ഞാൻ ആദ്യം തൃണമൂൽ പ്രതിനിധി KT അബ്ദുറഹ്മാനിലേക്ക് പോവുകയാണ്. ശ്രീ KT അബ്ദുറഹ്മാൻ, ഇപ്പോൾ PV അൻവർ മത്സരിക്കുമോ ഇല്ലയോ അവസാന തീരുമാനത്തിലെത്തിയോ? അദ്ദേഹം UDF-നൊപ്പം ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. മത്സരിക്കാനില്ല എന്നാണ് രാവിലെ പറഞ്ഞത്. വൈകിട്ടായപ്പോഴേക്കും ആരെങ്കിലും സഹായിക്കുകയാണെങ്കിൽ ജനം ഇങ്ങനെ പിന്തുണയുമായി പണമായി സഹായിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ സമീപിക്കുകയാണെന്നാണ് പറയുന്നത്. അപ്പോൾ എന്താണ് ഒടുവിലത്തെ തീരുമാനം? സ്മൃതി, ഇന്ന് രാവിലെയാണ് ബഹുമാന്യനായിട്ടുള്ള PV അൻവർ വാർത്താസമ്മേളനം വിളിച്ചുകൊണ്ട് ഞാൻ മത്സരിക്കുന്നില്ല എന്ന് പറഞ്ഞത്. മത്സരിക്കാതിരിക്കാനുള്ള കാരണം അദ്ദേഹം പറഞ്ഞത് സാമ്പത്തിക പ്രയാസം തന്നെയാണ്. നിങ്ങൾക്കറിയാം, അദ്ദേഹം 2016 അല്ലെങ്കിൽ അതിനു മുമ്പ് ഉള്ള മത്സരങ്ങളിലേക്കൊക്കെ ഇറങ്ങുമ്പോൾ അദ്ദേഹം അത്യാവശ്യം നല്ല സാമ്പത്തിക സ്ഥിതിയുള്ളൊരു മനുഷ്യനായിരുന്നു. അദ്ദേഹം MLA ആയതിനു ശേഷം നാനാഭാഗത്തു നിന്നുള്ള ചില ആളുകളുടെ ചില കോണുകളിൽ നിന്നുള്ള ആക്രമണം അദ്ദേഹത്തിനുണ്ടായി എന്ന് നിങ്ങൾക്കറിയാം. അദ്ദേഹത്തിൻ്റെ സാമ്പത്തിക സ്ഥിതി ഇന്ന് വളരെ പരിതാപകരമാണ് എന്ന കാര്യവും എല്ലാവർക്കും അറിയാവുന്നതാണ്. അത് ഏറ്റവും കൂടുതൽ അറിയുന്നത് നമ്മുടെ CPM നേതാക്കന്മാർക്കാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഇനി നിലമ്പൂരിലെ മത്സരിക്കാനുള്ള ആഗ്രഹം അദ്ദേഹത്തിനുണ്ട്. പക്ഷേ നിലമ്പൂരിലേക്ക് മത്സരത്തിന് പോകണമെങ്കിൽ അത്യാവശ്യം ക്യാഷ് വേണം. ഒരു ബൈ ഇലക്ഷൻ എന്ന് പറയുന്നത് നമുക്കറിയാം, മറ്റുള്ള ഇലക്ഷന് ഒരു പൊതു തെരഞ്ഞെടുപ്പ് പോലെ നേരിടാൻ പറ്റിയ ഒരു കാലാവസ്ഥയിലല്ല എന്നെല്ലാവർക്കും അറിയാം. അതിന് അത്യാവശ്യം നല്ല പണം തന്നെ വേണം. ആ പണം ഇടത് വലത് മുന്നണികൾ യഥേഷ്ടം ഒഴുക്കുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ലല്ലോ. അതിനിടയ്ക്ക് പണമില്ലാതെ ബഹുമാന്യനായിട്ടുള്ള PV അൻവർ മത്സരത്തിന് ഇറങ്ങിയാലുണ്ടാകാവുന്ന ഒരു പ്രയാസമാണ് അദ്ദേഹം പറഞ്ഞത്. എങ്കിലും അദ്ദേഹം പത്രസമ്മേളനം നടത്തിയതിന് ശേഷം പല കോണുകളിൽ നിന്നുമുള്ള സഹായ ഹസ്തങ്ങൾ അദ്ദേഹത്തിന് വേണ്ടിയിട്ട് നീണ്ടു വരുന്നുണ്ട്. തൃണമൂൽ കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വം തന്നെ അദ്ദേഹത്തെ നേരിട്ട് വിളിച്ചു. അതാണ് ഞാൻ ചോദിച്ചത്. KT അബ്ദുറഹ്മാൻ, തൃണമൂൽ കോൺഗ്രസ് എന്ന പാർട്ടി ഒരു ചെറിയ പാർട്ടിയല്ല. അപ്പോൾ തൃണമൂൽ കോൺഗ്രസ് സാമ്പത്തികമായി ഇവിടെ ഒരു സ്ഥാനാർത്ഥി നിൽക്കുമ്പോൾ അവിടെ പണം ഇറക്കില്ല എന്നാണോ ജനം വിശ്വസിക്കേണ്ടത്? തൃണമൂൽ കോൺഗ്രസിന് ഇറക്കാൻ പണമില്ല എന്നാണോ? PV അൻവറിനില്ല എന്നാണോ? ഇപ്പോൾ M സ്വരാജും ആര്യടൻ ഷൗക്കത്തും സ്വന്തം പോക്കറ്റിൽ നിന്ന് പൈസ എടുത്തിട്ടാണോ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത്? അല്ലല്ലോ. അതത് പാർട്ടികളും മുന്നണികളുമാണല്ലോ അതിനുള്ള പണം കൊണ്ടുവരുന്നത്. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ചും നിങ്ങളുടെ പാർട്ടിയുണ്ട്, തൃണമൂൽ കോൺഗ്രസ് പ്രതിനിധിയല്ലേ? അതെ, സ്മൃതി പറഞ്ഞതിലൊരു കാര്യമുണ്ട്. ഇവിടെയുള്ള കാര്യമെന്ന് ചോദിച്ചാൽ തൃണമൂൽ കോൺഗ്രസിൻ്റെ ദേശീയ നേതൃത്വം എന്താണ് കരുതുന്നത്? തൃണമൂൽ കോൺഗ്രസിൻ്റെ ദേശീയ നേതൃത്വം സ്വാഭാവികമായിട്ടും കരുതുക ഈ ഇലക്ഷനകത്ത് കേരളത്തിൽ നിന്ന് ഫണ്ട് ഉണ്ടാക്കും എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മൾ ആവശ്യപ്പെട്ടിട്ടില്ല അവരോട് ഫണ്ട് വേണമെന്നുള്ളത്. ഫണ്ട് വേണമെന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും തൃണമൂൽ കോൺഗ്രസിൻ്റെ ദേശീയ നേതൃത്വം അത് തീർച്ചയായിട്ടും നമ്മുടെ ഈ ഇലക്ഷൻ ആവശ്യമായിട്ടുള്ള ഫണ്ട് തരാൻ ഉള്ള ബാധ്യതയും അതിന് കഴിവുമുള്ള പ്രസ്ഥാനം തന്നെയാണ് തൃണമൂൽ കോൺഗ്രസ്. പക്ഷേ അൻവറിനെ സംബന്ധിച്ചിടത്തോളം നമുക്കൊരു കാര്യം അറിയേണ്ടതുണ്ട്. അദ്ദേഹം ഏത് ഇലക്ഷനിൽ മത്സരിക്കുമ്പോഴും ആരിൽ നിന്നും പണം വാങ്ങുന്ന ഒരു സ്വഭാവം അദ്ദേഹത്തിനില്ല. 2016 ഇലക്ഷനിൽ ഈ നിലമ്പൂർ മണ്ഡലത്തിനകത്തേക്ക് അദ്ദേഹം LDF-ൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് രംഗപ്രവേശനം ചെയ്യുമ്പോൾ CPM എന്ന രാഷ്ട്രീയ പ്രസ്ഥാനം അവർ സ്വാഭാവികമായിട്ടും പിരിവ് നടത്തി കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടാകും എന്നുള്ളത് ശരി തന്നെയാണ്. എന്നിരുന്നാലും ഒരു നല്ലൊരു സംഖ്യ അദ്ദേഹത്തിൻ്റെ പോക്കറ്റിൽ നിന്നാണ് ഇതൊക്കെ ഇറക്കുന്നത് എന്ന് നാം ഓർക്കണം. അതുപോലെ തന്നെ സ്വന്തം മത്സരിച്ചപ്പോഴും അബ്ദുറഹ്മാൻ നന്നായി പണമിറക്കിയാണ് മത്സരിച്ചിരുന്നത് എന്നും പറയാം. ഇപ്പോൾ ആ പണമിറക്കാനുള്ള ത്രാണിയില്ല. അങ്ങനെ പണമിറക്കാൻ ത്രാണിയില്ലാതാക്കിയതിൽ ഈ പറയുന്ന ആര്യാടൻ ഷൗക്കത്തിനും ഒരു പങ്കുണ്ടോ? താങ്കൾ പറഞ്ഞ അദ്ദേഹത്തിന്റെ ശത്രുക്കളുടെ കൂട്ടത്തിൽ ഒരാളായി ആര്യാടൻ ഷൗക്കത്തിനെ കൂടി ചേർക്കുന്നുണ്ടോ? ആ പേര് ആ രൂപത്തിൽ പറഞ്ഞിട്ടില്ല എങ്കിൽ കൂടി അങ്ങനെയാണ് പറഞ്ഞു കേൾക്കുന്നത്. അപ്പോൾ ആര്യടൻ ഷൗക്കത്തിനെ വേണ്ടി വോട്ട് ചോദിക്കാൻ എങ്ങനെ അൻവറിന് സാധിക്കും എന്നുള്ളതാണ് പ്രാഥമികമായ ചോദ്യം. ഇപ്പോൾ
പ്രതിപക്ഷ നേതാവിനെതിരെ പറയുന്നു. വി ഡി സതീശൻ എന്ന ഒറ്റ നേതാവാണ് തന്നെ രാഷ്ട്രീയമായി കൊല ചെയ്തതെന്ന് പറയുന്നു. പക്ഷേ അതിലപ്പുറമുള്ള കാര്യം ആര്യാടൻ ഷൗക്കത്തിന് വേണ്ടി വോട്ട് ചോദിക്കാൻ തനിക്ക് പറ്റില്ല എന്നുള്ളത് തന്നെയല്ലേ? അല്ലല്ല, അങ്ങനെയല്ല. ആര്യാടൻ ഷൗക്കത്ത് UDFിൻ്റെ സ്ഥാനാർത്ഥിയായാൽ അദ്ദേഹം പിന്തുണക്കുമെന്ന് ഒരുപാട് പ്രാവശ്യം എല്ലാവരോടും പറഞ്ഞതാണ്. അത് UDFിൻ്റെ നേതൃത്വത്തെയും അറിയിച്ചതാണ്. വ്യക്തിപരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കാം, പക്ഷേ അതിനേക്കാളുമൊക്കെ UDFിൻ്റെ വിജയമാണ് അദ്ദേഹം ആഗ്രഹിച്ചത് എന്ന കാര്യത്തിൽ ആർക്കും സംശയമുണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അദ്ദേഹം MLA സ്ഥാനം രാജിവെച്ച് ഇറങ്ങി വരുമ്പോൾ അദ്ദേഹം UDFിന് ഒരു വിലപേശലുമില്ലാതെ UDF വിജയിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് വന്നപ്പോൾ അതിനെ UDFിൻ്റെ നേതാക്കന്മാരും പ്രവർത്തകരും ഇരു കൈയും നീട്ടി സ്വീകരിച്ചതാണ്. ഈ വലിയൊരു അപരാധം പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, അന്നത്തെ പത്രസമ്മേളനത്തിൽ അദ്ദേഹം ജോയിയുടെ ഒരു പേര് പറഞ്ഞു എന്നുള്ളതാണ്. അത് സത്യമാണ്. അദ്ദേഹം പറഞ്ഞതെന്താണ്, ഈ ബൈ ഇലക്ഷനിൽ, നിലമ്പൂരിലെ ബൈ ഇലക്ഷനിൽ UDF പരാജയപ്പെട്ടാൽ അത് UDFിനെ സംബന്ധിച്ചിടത്തോളം ഒരു രാഷ്ട്രീയ പരാജയം എന്ന് വിലയിരുത്തി ചിലപ്പം അവർ കൈകൈകും. പക്ഷെ PV അൻവറിന് അങ്ങനെയല്ല. PV അൻവറിന് അദ്ദേഹത്തിൻ്റെ ജീവനുമായിട്ട് ബന്ധപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പാണിത്. അതുകൊണ്ട് തന്നെയാണ് ജയിക്കാൻ സാധ്യതയുള്ള ഒരു സ്ഥാനാർത്ഥിയെ നിർത്തണം എന്ന് മാത്രമേ അദ്ദേഹം ഉദ്ദേശിച്ചിട്ടുള്ളൂ. അപ്പോൾ തന്നെ അദ്ദേഹം UDFിനെ സംബന്ധിച്ച് UDF തോൽക്കാനല്ലല്ലോ സ്ഥാനാർത്ഥിയെ നിർത്തുന്നത്. അല്ലല്ല, അതിൽ ആത്യന്തികമായി അൻവർ തീരുമാനിക്കുന്നതാണ്, അൻവറിന് തോന്നുന്നതാണ്, അൻവർ വിചാരിക്കുന്ന ആളെ വിജയിക്കുകയുള്ളൂ എന്നൊക്കെ അൻവർ വിചാരിച്ചിട്ട് കാര്യമില്ലല്ലോ. അപ്പുറത്തൊരു രാഷ്ട്രീയ പാർട്ടിയാണ്, മുന്നണിയാണ്, അവരെടുക്കുന്ന തീരുമാനമാണ്. എല്ലാം പോട്ടെ, ഇന്നലെ രാത്രി വൈകി തീരുമാനം വരുന്നല്ലോ ഈ പറയുന്ന അസോസിയേറ്റ് അംഗമാക്കാമെന്ന്. അപ്പോൾ അതിനുശേഷവും പിന്നെ മറിച്ചൊരു നിലപാടെടുക്കുന്നതിന് കാരണം എന്താണ്? ഉന്നയിച്ച ആവശ്യങ്ങൾ അംഗീകരിക്കപ്പെട്ടിട്ടില്ല. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വേണ്ട സീറ്റുകൾ, വിജയസാധ്യതയുള്ള 3 സീറ്റുകൾ വരെ ചോദിച്ചു എന്നൊക്കെ കേൾക്കുന്നുണ്ട്. അങ്ങനെയാണ് ലീഗ് പറഞ്ഞതായി കേൾക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ആവശ്യം ഈ ഘട്ടത്തിൽ ഉന്നയിച്ച് പരമാവധി കാര്യങ്ങൾ ഉന്നയിച്ച് ഇപ്പോൾ നേടിയെടുക്കാൻ പറ്റിയ അവസരം, തക്ക സമയം എന്ന രൂപത്തിൽ പെരുമാറുന്ന ഒരു രാഷ്ട്രീയ നേതാവിനെ കേരളം എങ്ങനെയാണ് അംഗീകരിക്കുക? ഒരിക്കലുമില്ല സ്മൃതി, വെറുതെ പറയുന്നതാണ്. ഇന്നലെ സംഭവിച്ച കാര്യം ഞാൻ വസ്തുനിഷ്ഠമായിട്ട് ഇവിടെ പ്രതിപാദിക്കാം. ഇന്നലെ എന്താണ്, ഞങ്ങൾ ഘടകകക്ഷിയാക്കണം, അതായത് സമ്പൂർണ്ണ ഒരു, എങ്ങനെയാണോ മുസ്ലിം ലീഗ് UDFിൽ നിൽക്കുന്നത്, എങ്ങനെയാണോ കേരള കോൺഗ്രസ് നിൽക്കുന്നത്, എങ്ങനെയാണോ മറ്റ് UDFിൻ്റെ കക്ഷികൾ ഐക്യജനാധിപത്യ മുന്നണിയിൽ നിൽക്കുന്നത്, അതുപോലെ ഈ രാഷ്ട്രീയ തൃണമൂൽ കോൺഗ്രസ്സിനെ UDFിൻ്റെ ഭാഗമാക്കണം എന്ന് പറഞ്ഞത് ശരിയാണ്. എന്നാൽ ഇന്നലെ UDF നേതൃത്വം കൂടിയിട്ട് ബഹുമാന്യനായിട്ടുള്ള PV അൻവറിനെ അറിയിച്ചു, തൽക്കാലം നിങ്ങൾ അസോസിയേറ്റ് ആവും, എന്നിട്ട് അതിനുശേഷം നമുക്ക് ഈ ലോക്കൽ ബോഡി ഇലക്ഷന് മുമ്പ് നമുക്ക് ഘടകകക്ഷിയാവുന്ന, സമ്പൂർണ്ണ ഘടകകക്ഷിയാകുന്ന രൂപത്തിൽ നമുക്ക് ചർച്ച ചെയ്ത് അത് തീരുമാനത്തിലെത്താം എന്ന് പറഞ്ഞു. ആ സമയത്ത് എന്താണ് ബഹുമാന്യനായിട്ടുള്ള PV അൻവർ പറഞ്ഞത്? ഓക്കെ, ഞാനതിന് അസോസിയേറ്റ് മെമ്പറാകാൻ ഓക്കെ, അങ്ങനെ നമുക്ക് മുന്നോട്ട് പോകാം. ആ സമയത്ത് അൻവർ, നിങ്ങൾ പറഞ്ഞല്ലോ 3 സീറ്റിൻ്റെ കാര്യം, ഇല്ല, അദ്ദേഹം ഒരേ ഒരു സീറ്റാണ് ആവശ്യപ്പെട്ടത്. പിന്നെ അദ്ദേഹത്തിന് മത്സരിക്കാൻ ഒരു സിറ്റിംഗ് സീറ്റ് വേണം എന്നാണ് ആവശ്യപ്പെട്ടത്. അത് ന്യായമായിട്ടുള്ളൊരു ചോദ്യമല്ലേ? കാരണം അദ്ദേഹം 2026 പൊതു തെരഞ്ഞെടുപ്പിലേക്ക് UDFിനെ സജ്ജമാക്കുന്നതിന് വേണ്ടിയിട്ട്, UDFിന് മേൽക്കോയ്മ ഉണ്ടാക്കി കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് അദ്ദേഹം ഈ നിലമ്പൂരിൽ MLA സ്ഥാനം രാജിവെച്ച് അദ്ദേഹത്തിന്റെ ഇതൊന്ന് പൂർത്തിയാകട്ടെ. ഞാൻ രാജിവെച്ച് UDFിന് നൽകി എന്നെങ്ങനെയാണ് പറയുക? അദ്ദേഹം രാജിവെച്ച അദ്ദേഹത്തിന്റെ ഇഷ്ടത്തിനല്ലേ? അവിടെ എപ്പോഴാണ് UDF ഉണ്ടായിരുന്നത്, കോൺഗ്രസ് ഉണ്ടായിരുന്നത്? ഇന്നലെ സംഭവിച്ചത് സ്മൃതി ഇന്നലെ സംഭവിച്ചതൊന്ന് പൂർത്തിയാക്കട്ടെ, എന്നിട്ട് അതിനുശേഷം പറയാം. അതുകൊണ്ട് തന്നെ ഒരു MLA സീറ്റ് രാജിവെച്ച് UDFിന് 2026 ഒരു എൻട്രി ഉണ്ടാക്കി കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് രാജിവെച്ച് പോന്ന അദ്ദേഹത്തിന് ഒരു സിറ്റിംഗ് സീറ്റ് ചോദിക്കാനുള്ള അവകാശമില്ലേ? അങ്ങനെ അദ്ദേഹം ബഹുമാന്യനായിട്ടുള്ള UDFിൻ്റെ നേതാക്കന്മാരുടെ ആവശ്യം മുന്നോട്ട് വെച്ചു. അപ്പം പിന്നെ ആ ഒരു സീറ്റ് കൊടുക്കേണ്ടത് കോൺഗ്രസ് ആണ്.
പക്ഷേ കോൺഗ്രസ് നിസ്സഹായരായിട്ട് പറയുകയാണ്. 99 സീറ്റുകളിൽ മത്സരിക്കുകയാണ്. മുസ്ലിം ലീഗിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം മുസ്ലിം ലീഗ് കോൺഗ്രസ് ആണല്ലോ കൂടുതൽ സീറ്റുകളിൽ മത്സരിക്കുന്നത്. സ്വാഭാവികമായിട്ടും ആ ഒരു സീറ്റ് കൊടുക്കേണ്ട ബാധ്യത ആർക്കാണ്? കോൺഗ്രസിനാണ്. അപ്പോൾ ബഹുമാന്യനായിട്ടുള്ള ഞാൻ നേതാക്കന്മാരുടെ പേരൊന്നും ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്നില്ല. ബഹുമാന്യനായിട്ട് കോൺഗ്രസിൻ്റെ ഒരു ലീഡർ ബഹുമാന്യനായിട്ടുള്ള PV അൻവറിനെ വിളിച്ച് ചോദിക്കുകയാണ് ഏതാണ് സീറ്റ് വേണ്ടത് എന്ന്. അപ്പോൾ PV അൻവർ പറഞ്ഞു അത് നിങ്ങൾ തീരുമാനിക്കൂ, എനിക്ക് താല്പര്യം കോഴിക്കോട് ജില്ലയിൽ ഒരു സീറ്റാണ്. ഇത് സത്യസന്ധമായി പറയുന്ന ഒരു വർത്തമാനമാണ് എന്ന് സ്മൃതി മനസ്സിലാക്കണം. കോഴിക്കോട് ജില്ലയിൽ ഒരു സീറ്റ് വേണമെന്നാണ് അദ്ദേഹം ആവശ്യപ്പെട്ടത്. അപ്പം അവരുടെ മറുപടി എന്താണെന്നറിയോ സ്മൃതിക്ക്? അവർ ബേപ്പൂർ ആ നേതാവ് പറഞ്ഞത്, കോൺഗ്രസിൻ്റെ ആ നേതാവ് പറഞ്ഞത്, ബേപ്പൂരിൽ നിന്നാൽ അൻവർ ജയിക്കുമെന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട്, അതുകൊണ്ട് ബേപ്പൂർ തരാം. രണ്ടാമതൊരു സീറ്റ് പറഞ്ഞത് ഏതാണെന്നറിയോ? ബേപ്പൂർ വേണ്ടുമെങ്കിൽ പേരാമ്പ്ര തരാം. ഇതാണോ സിറ്റിംഗ് സീറ്റ് എന്ന് പറയുന്നത് UDFന്റെ? അപ്പോൾ അദ്ദേഹം ആവശ്യപ്പെട്ട സീറ്റ് ഇത് പക്ഷേ ഇതൊരു പോരാട്ടമാണല്ലോ. പ്രത്യേകിച്ച് അൻവർ മുന്നോട്ട് വയ്ക്കുന്ന പിണറായിസത്തിനെതിരെയുള്ള പോരാട്ടമാണല്ലോ. അപ്പോൾ പിണറായിസത്തിനെതിരെ പോരാടാൻ മുഹമ്മദ് റിയാസിന്റെ മണ്ഡലത്തിൽ മത്സരിക്കുകയാണെങ്കിൽ അതൊരു നേരിട്ടുള്ള പോരാട്ടമാവുകയല്ലേ? നേരത്തെ ഒരു ഘട്ടത്തിൽ പറഞ്ഞിരുന്നു പിണറായി വിജയനെതിരെ മത്സരിക്കുമെന്ന് വരെ പറഞ്ഞിരുന്നു. അപ്പോൾ അങ്ങനെ നല്ലൊരു പോരാട്ടം കാഴ്ചവെക്കാവുന്ന സാഹചര്യമാണല്ലോ. അദ്ദേഹത്തിന് മുഹമ്മദ് റിയാസിൻ്റെ മണ്ഡലത്തിൽ മത്സരിക്കാൻ ഒരു ഭയവും ഉണ്ടായിട്ടല്ല. പക്ഷെ തൃണമൂൽ കോൺഗ്രസിന് ഒരു സിറ്റിംഗ് സീറ്റ് വേണം. അതിൽ അൻവർ മത്സരിക്കും എന്ന് ഞങ്ങൾ പാർട്ടി തീരുമാനിച്ചിട്ടൊന്നുമില്ല. പക്ഷെ ഒരു സീറ്റ് വേണം. ബാക്കിയുള്ള സീറ്റുകളുടെ കാര്യത്തിൽ നമുക്ക് 2026 എലക്ഷൻ സമയത്ത് സംസാരിക്കാമെന്നാണ് പറഞ്ഞത്. കാരണം 2026 എലക്ഷനിൽ എന്തൊക്കെ രാഷ്ട്രീയ മാറ്റങ്ങൾ വരും എന്ന് നമുക്കൊന്നും പ്രവചിക്കാൻ സാധ്യമല്ല. ഞങ്ങളുടെ ദേശീയ നേതൃത്വവും അതുതന്നെയാണ് പറഞ്ഞത്. ഇതൊന്ന് പൂർത്തിയാക്കട്ടെ സ്മൃതി. ഞങ്ങളുടെ ദേശീയ നേതൃത്വം പറഞ്ഞത് 2026 ഇലക്ഷനിൽ മാത്രം സീറ്റ് ചർച്ച ചെയ്താൽ മതി എന്നുള്ളതാണ്. കാരണം ദേശീയ തലത്തിൽ പല രാഷ്ട്രീയ സമവാക്യങ്ങളിലൊക്കെ മാറ്റമുണ്ടാകും. ആ സമയത്ത് ഒരുപക്ഷെ തൃണമൂൽ കോൺഗ്രസും അവിടെ ഒരുമിച്ച് മത്സരിച്ചേക്കാം പശ്ചിമ ബംഗാളിൽ. അപ്പോൾ അവിടെ സീറ്റ് ചർച്ച നടത്തേണ്ടതുണ്ടാകും. അത് ആ സമയത്ത് ഇവിടെയും സീറ്റ് ചർച്ച നടത്തല്ലോ. ഒരു ബാർഗൈനിങ്ങും ഞങ്ങൾ നടത്തിയിട്ടില്ല. വളരെ ന്യായമായിട്ടുള്ള ചോദ്യമാണ്, വളരെ ന്യായമായിട്ടുള്ള കാര്യങ്ങൾ ന്യായമാണ്. മുന്നണിയിലെടുക്കുക, ആര് മത്സരിക്കണമെന്ന് പറയുക, അതിനുശേഷം അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏതൊക്കെ സീറ്റ് വേണം എന്നുള്ള ആവശ്യങ്ങൾ ഉന്നയിക്കുക. ഇതിനൊക്കെ പറ്റിയ സമയമായിരുന്നു. മാത്രമല്ല രാജിവെച്ചത് UDFന് വേണ്ടിയിട്ടാണ് എന്നുകൂടിയാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. ഇതൊക്കെ പലതവണയായി PV അൻവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേരളം കണ്ടുകൊണ്ടിരിക്കുകയാണ്. കാരണം ഈ വാർത്താ സമ്മേളനങ്ങളൊക്കെ സാഗൂതം വീക്ഷിക്കുന്നുണ്ടായിരുന്നു കേരളം. അദ്ദേഹം ഉന്നയിച്ച വിഷയങ്ങൾ, അദ്ദേഹം ഗൗരവത്തിലെടുത്ത പറഞ്ഞ കാര്യങ്ങൾ, അതിനുശേഷം അദ്ദേഹം വന്നെത്തിച്ച് ചേർന്നിരിക്കുന്ന അവസ്ഥ, ഇതൊക്കെ കേരളം കാണുകയാണല്ലോ. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.